ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 13 ഒന്നാമത്തെ വേദഭാഗം. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? ദൈവം നമ്മളെ മറക്കുന്നുണ്ടോ? അതോ നമ്മുടെ വിചാരമാണോ, നമ്മുടെ ചിന്തയാണോ ദൈവം എന്നെ മറന്നു കളഞ്ഞു എന്നുള്ളത്? നമ്മളെ ദൈവം ഒരു നാളും മറക്കുന്നില്ല എന്നുള്ളത് തിരുവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. എന്നാൽ മറന്നു എന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ ചിന്തിച്ച സമയത്ത്, നമ്മൾ ആഗ്രഹിച്ച സമയത്ത്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിടുതൽ വെളിപ്പെട്ടില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ തിരുവചനത്തിന് നമ്മളോട് പറയുവാനുള്ളത്, ദൈവം പ്രവർത്തിക്കുന്നത് തൻ്റെ തക്ക സമയത്താണ്. ആ തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നാം അവൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴിൽ താണിരിക്കുവാൻ ഇടവരണം. നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ അധരം കൊണ്ട് നമ്മൾ അസാധ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ദൈവത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. നമ്മൾ ദൈവത്തിനെതിരെയാണ് വിചാരപ്പെടുന്നത്, ചിന്തിക്കുന്നത്. തിരുവചനം പറയുന്നു, ഹൃദയത്തിനകത്ത് വിശ്വാസമുണ്ടാകട്ടെ. ദൈവം ഒരു നാളും നമ്മളെ തള്ളിക്കളയത്തില്ല, ഉപേക്ഷിച്ച് കളയത്തില്ല. അങ്ങനെ തള്ളിക്കളയാനായിരുന്നെങ്കിൽ സ്വന്തം പുത്രനെ കാൽവറി ക്രൂശിൽ തകർത്തുകൊണ്ട് നമ്മളെ വിടുവിച്ചെടുക്കത്തില്ലായിരുന്നു. നമ്മളെ അവൻ വീണ്ടെടുത്തുവെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളാക്കി ഈ ഭൂമിയിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്നുവെങ്കിൽ, അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് കൊടുക്കുന്നുവെങ്കിൽ, നിശ്ചയമായിട്ടും ആ നിലവിളിയുടെ നടുവിൽ മറുപടി ദൈവം നൽകിത്തരും, നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളത് തിരുവചന ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഭാരമുള്ള വിഷയങ്ങളിൽ നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ മറുപടി വെളിപ്പെടും എന്ന് തിരുവചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വിശ്വസിക്കുക, സമർപ്പിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.